എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ചക്കക്കുരു ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെയും ഈ ചക്കക്കുരു വെച്ചിട്ട് ഷേക്കൊന്നും തയ്യാറാക്കി കുടിച്ചിട്ടില്ലാത്തവർ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. അപ്പോൾ ഞാനിവിടെ 12 ചക്കക്കുരുവാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും കളയാതെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ചക്കക്കുരു 4 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചെടുത്തത്. അപ്പോൾ എടുത്തു വെച്ചിരുന്ന 12 ചക്കക്കുരു ഞാൻ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറമേയുള്ള ആ വെളുത്ത തൊലി കളയണം. അതിനുശേഷം ഉള്ളിലെ ആ ഒരു ബ്രൗൺ നിറത്തിലുള്ള തൊലി കൂടി ഞാൻ കളഞ്ഞിട്ടാണ് ഈ ഒരു ചക്കക്കുരു ഷേക്ക് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ബ്രൗൺ നിറത്തിലെ തൊലി മാറ്റാതെയും ഈ ഒരു ചക്കക്കുരു ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സിയുടെ ഏറ്റവും വലിയ ജാറിലേക്ക് മാറ്റണം. എന്നിട്ട് ഇത് നല്ലതുപോലെ കുറച്ച് പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിരുന്ന എല്ലാ ചക്കക്കുരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്തത്. 2-3 നുള്ള് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് പാലാണ് ഇപ്പോൾ ചേർക്കുന്നത്. ആദ്യം ഇത് നന്നായിട്ട് ചക്കക്കുരു ഒന്ന് അടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് പാൽ വീണ്ടും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചക്കക്കുരു നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാൽ കൂടി ചേർക്കാം. മൊത്തത്തിൽ ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തത്. ഇത് നല്ലതുപോലെ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതാണ്. തിളപ്പിച്ചാറിയ ശേഷം പാൽ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അതല്ല പാസ്ചറൈസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തിളപ്പിക്കാതെയും ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതേ നമ്മുടെ ചക്കക്കുരു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ബദാം മിൽക്കൊക്കെ കുടിക്കുന്ന പോലെ ആ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ചക്കക്കുരു ഒക്കെ കിട്ടുമ്പോൾ അതൊന്നും കളയരുത്. ഇതുപോലെ ഒരു ചക്കക്കുരു ഷേക്ക് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്